കൊലപാതകങ്ങൾ ആവർത്തിക്കുമ്പോൾ വിട്ടുമാറാത്ത മരവിപ്പിലാണ് കോഴിക്കോട് താമരശ്ശേരി. താമരശ്ശേരി ഈങ്ങാപ്പുഴയിലെ ഷിബിലയുടെ കൊലപാതകം കൂടിയായതോടെ ആ നാടാകെ ആശങ്കയിലാണ്. ലഹരി സംഘങ്ങളുടെ തേർവാഴ്ചയ്ക്കെതിരെ പോലീസ് സംവിധാനങ്ങളും ജനകീയ പ്രതിരോധവുമെല്ലാം സജീവമാണെങ്കിലും ആഴത്തിലാണ് ലഹരി മാഫിയയുടെ വേരുകൾ. താമരശ്ശേരി കേന്ദ്രീകരിച്ചുള്ള ലഹരി വ്യാപനത്തിനും ലഹരിക്കടത്തിനും കുറവൊന്നും ഉണ്ടായിട്ടില്ല എന്നതിന് തെളിവാണ് ഈ മേഖലയിൽ ആവർത്തിക്കുന്ന കൊടും കുറ്റകൃത്യങ്ങൾ. സെപ്റ്റംബർ 4 മുതലാണ് കോഴിക്കോടിന്റെ മലയോര മേഖലയായ താമരശ്ശേരി ലഹരി സംബന്ധമായ വാർത്തകളിൽ നിറയുന്നത്. അമ്പലമുക്ക് കൂരിമുണ്ടയിൽ സ്ഥിരം കുറ്റവാളിയായ അയൂബിന്റെ നേതൃത്വത്തിൽ ലഹരി ക്യാമ്പ് ആരംഭിക്കുകയും പ്രതികരിച്ചവർക്കെതിരെ അക്രമം അഴിച്ചുവിടുകയും അന്വേഷിക്കാനെത്തിയ പോലീസ് സംഘത്തിന് നേരെ വളർത്തുനായകളെ അഴിച്ചുവിടുകയും ചെയ്തു. പ്രതികളെ പിടികൂടി നിയമപരമായി ശിക്ഷിച്ചെങ്കിലും മേഖലയിൽ നാമ്പിട്ട ലഹരിയുടെ കളകളെ പിഴുതെറിയാൻ നിയമ സംവിധാനങ്ങൾക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഈ വർഷം ജനുവരി 18-നാണ് അടിവാരം 30 ഏക്കർ സ്വദേശി ആഷിഖ് ക്യാൻസർ ബാധിതയായ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ലഹരിയുടെ മൂർധന്യാവസ്ഥയിലായിരുന്നു കൊലപാതകം. അയൽവീട്ടിൽ നിന്നും വെട്ടുകത്തി വാങ്ങി വീട്ടിലെത്തിയ ആഷിഖ് ഉമ്മ സുബൈദയുടെ കഴുത്തിനും മുഖത്തും തുടരെ വെട്ടുകയായിരുന്നു. ഇന്നലെ 23-കാരിയായ യുവതിയെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തിയെന്ന വാർത്ത പുറത്തു വരുന്നതോടെ താമരശ്ശേരി ശരിക്കും ഭീതിയിലാണ്. ഈങ്ങാപ്പുഴ സ്വദേശി യാസിറിന്റെ ആക്രമണത്തിൽ ഭാര്യ ഷിബില കൊല്ലപ്പെടുകയും ആക്രമണം തടയാൻ ശ്രമിച്ച ഷിബിലയുടെ മാതാപിതാക്കൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. യാസിറിന്റെ ലഹരി ഉപയോഗത്തിൽ മനം മടുത്ത ഷിബില ഏറെ നാളായി സ്വന്തം വീട്ടിലായിരുന്നു താമസം. അവിടെ എത്തിയാണ് യാസിർ കൊലപാതകം നടത്തിയത്. ഭാര്യയെ കൊലപ്പെടുത്തിയ യാസിറും ഉമ്മയെ കൊലപ്പെടുത്തിയ ആഷിഖും ഉറ്റ സുഹൃത്തുക്കളുമായിരുന്നു. മാർച്ച് 9-ന് പോലീസ് പരിശോധനയ്ക്കിടെ കയ്യിലുണ്ടായിരുന്ന MDMA കഞ്ചാവ് പാക്കറ്റുകൾ വിഴുങ്ങി മരിച്ച ഷാനിദും താമരശ്ശേരി മൈക്കാവ് സ്വദേശിയാണ്. മേഖലയിൽ ജനകീയ സമിതികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ ഒരു നാടൊന്നായി ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാനുള്ള ശ്രമം നടക്കുകയാണ്. പക്ഷേ ആഴത്തിൽ വേരൂന്നിയ ലഹരി സംഘങ്ങൾ ഇപ്പോഴും സജീവമാണ് എന്നതാണ് വസ്തുത. ഒരു നാടൊന്നാകെ ലഹരി മാഫിയക്കെതിരെ മുന്നിട്ടിറങ്ങിയ സമയത്താണ് ഷിബിലയുടെ കൊലപാതകമുണ്ടായത്. രാസലഹരി താമരശ്ശേരി മേഖലയിൽ കൊലപാതക പരമ്പര സൃഷ്ടിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉണ്ടായേ തീരൂ. താമരശ്ശേരിയിൽ നിന്നും ക്യാമറമാൻ അതീന്ദ്രജിത്തുവിനൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.